ഹലോ, നമുക്കിന്നൊരു ഈസി ഗീ റൈസ് ഉണ്ടാക്കിയാലോ. വെൽക്കം ബാക്ക് ടു നിലാനേരം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ ജീര റൈസാണ് കേട്ടോ. ഈ റൈസ് ഞാൻ ഏകദേശം ഒരു 2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കൊണ്ട് ഉണ്ടാക്കി ഒരിക്കലും എനിക്ക് റൈസ് ഇതുവരെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പം ഞാനിവിടെ എടുക്കുന്നത് 3.5 ഗ്ലാസ് അരിയാണ് കേട്ടോ. ഒരു 4 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. നമ്മളിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്ത് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് നിങ്ങൾ എടുക്കേണ്ടത് കേട്ടോ. ഫസ്റ്റ് അതായത് നമ്മൾ ഈ സ്റ്റെപ്പിൽ അരി ഒന്ന് വറുത്തെടുക്കും നെയ്യിൽ. അപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരി ഒന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ സമയം നമ്മൾ ഒരു 2 ഏലക്ക, 2 ഗ്രാമ്പൂ, അതുപോലെ ഒരു സ്റ്റാർ, പിന്നെ ബിരിയാണി ഇല, ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മളൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി മാറ്റി വെച്ച അരി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ നെയ്യിൽ തന്നെയാണ് കേട്ടോ വറുത്തെടുക്കേണ്ടത്. നിങ്ങൾ ക്വാണ്ടിറ്റി എക്സ്ട്രാ എടുക്കുന്നുണ്ടെങ്കിൽ അതുപോലെ എല്ലാ ക്വാണ്ടിറ്റിയും അതിനനുസരിച്ച് കുറച്ച് എക്സ്ട്രാ എടുക്കണം. പിന്നെ ഇവിടെ നല്ലോണം ഒന്ന് വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇത് ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ അരി ഉണ്ടല്ലോ അതെടുത്തിട്ടൊന്ന് കടിച്ച് നോക്കുക. കടിച്ച് നോക്കുമ്പോൾ അരി പൊട്ടുന്ന രീതിയിലാണ് ഉള്ളത്, സോഫ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അപ്പം നമ്മുടെ അരി റെഡിയായി എന്നാണ് കേട്ടോ അർത്ഥം. എന്നിട്ട് നമ്മളതൊരു വേറൊരു പാനിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പം ഞാൻ ഇതേ പാനിലാണ് ഗീ റൈസ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് മാറ്റുന്നത്. ഇതേ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. ഇനിയിപ്പം ഞാൻ എടുക്കുന്നത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അതായത് ഇപ്പം ഞാൻ 3.5 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് നമ്മൾ 7 ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കണം. അതേപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗീ റൈസിന് നല്ല ഇങ്ങനെ സോഫ്റ്റായിട്ട് നല്ല നെയ്യ് മയമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരി ഉണ്ടല്ലോ, അതായത് വറുത്ത് വെച്ചേക്കുന്ന അരി, ആ അരി നമ്മളിവിടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അപ്പോൾ നല്ല തിള വരുന്നത് വരെ നമ്മൾ ഗ്യാസ് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് അടുത്തത് കുക്ക് ചെയ്യേണ്ടത്. അപ്പം ഇപ്പോൾ ഏകദേശം അരി എന്താ പറയുക, ഈ വെള്ളം വറ്റുന്നതിനോട് കൂടെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കാം. ഇതിൽ കുറച്ച് വെള്ളവും കൂടെ ഒന്ന് പോയാൽ മതി. ഇപ്പോൾ അരി നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിനകത്തൊരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഹാഫ് ചെറിയുള്ളി ഉണ്ടല്ലോ അതൊന്ന് നന്നായി മൊരിയുന്ന രീതിയിലൊന്ന് വറുത്തെടുത്തിട്ട് നമ്മുടെ റൈസിൻ്റെ മേലെ ആഡ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ വരില്ലേ, നല്ല ബ്രൗൺ അല്ല, കുറച്ചൊന്ന് കളർ മാറി ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ ഈ ഒരു പാകത്തിനാവുമ്പോഴത്തേക്കും നമുക്കതെടുത്തിട്ട് നമ്മുടെ റൈസിൻ്റെ മേലെ ഒന്ന് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ ഇത് നമ്മൾ ഗീ റൈസ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്കത് കടിക്കാൻ കിട്ടില്ലേ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് മല്ലിയില ഉണ്ടല്ലോ. അപ്പം മല്ലിയില ഒന്ന് കട്ട് ചെയ്തിട്ട് അതും ഇതിന് മേലെ ഒന്ന് തൂവി കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാവും ഈ ഗീ റൈസിനായിട്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ലാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻസിൽ പറയണം. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതുപോലുള്ള മോർ വീഡിയോസിനായിട്ട് ഇനിയും നിങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. See you in another video. Bye.